ഹായ് നമസ്കാരം. ഇന്നലെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു തംബ്ലൈനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ഹിന്ദുമതം സ്വീകരിക്കുന്നു, ഇസ്ലാം വൻ പ്രതിസന്ധിയിൽ. സത്യത്തിൽ ഇത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ എന്താണെങ്കിലും നോക്കുമല്ലോ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. അതായത് ഇപ്പം ലോകത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതം ഒന്നിനൊന്നിന് ഇങ്ങനെ വളർന്ന് പന്തലിക്കുക. കാരണം ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ, നാനാജാതി മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ഒരിക്കലും ഇസ്ലാം മതം ആരെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അത് ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല നിർബന്ധിച്ച് മതത്തിലേക്ക് വരണമെന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലായിക്കോട്ടെ ഒരുപാട് മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാർ ഇസ്ലാം മതത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലുള്ള ഏതെങ്കിലും ആൺകുട്ടികൾ മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ലവ് ജിഹാദ് അല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാസ വിഭാഗത്തിൽപ്പെട്ടവരും സംഘപരിവാർ പ്രവർത്തകരൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് കുരയ്ക്കാറുണ്ട്. സത്യത്തിൽ ഈ ഒരു തംബ്ലൈൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടു. ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിനകത്തുള്ള ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലുള്ള ഒരു മുസ്ലിം കുടുംബം അത് മൊത്തത്തിൽ ഹിന്ദു മതത്തിലേക്ക്, അതായത് സനാതന ധർമ്മത്തിലേക്ക് അവർ വരുന്നതായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതിന്റെ ആ പൂജാരി അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു കുടുംബം അല്ല, ഇനി 100 കുടുംബം ഇസ്ലാം മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് പോയാൽ ഇവിടെ ഇസ്ലാമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് മാലിക് ദിനാർ കൂട്ടർ വരുന്ന സമയത്ത് വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടുത്തെ ഈ ഉന്നത ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ നിറവുകേടും അവർ കാണിച്ചിരിക്കുന്ന കൊള്ളരാഴിയൊക്കെ സഹികെട്ട് മടുത്തിട്ടാണ് ഇസ്ലാം മതത്തിലേക്ക് ആൾക്കാർ വന്നതും. ഇന്നിപ്പോ ഇന്ത്യയിൽ 26-30% വരുന്ന മുസ്ലിങ്ങൾ, അതായത് ലോകത്ത് വെച്ച് 2ാമത്തെ മുസ്ലിം രാഷ്ട്രം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പം ഇത്രയും ആൾക്കാരെ ഒന്നും ഇവിടെ ആരും ബലം പിടിച്ചോ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടൊന്നും അല്ല ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു പയ്യൻ അങ്ങോട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ പറയുന്ന ആൾക്കാരൊന്നും ഒരു അക്ഷരവും വേണ്ടതില്ല. കാരണം അതൊന്നും ഒരു തരത്തിലുള്ള ജിഹാദിലും പെടില്ല എന്നുള്ള. എന്നാൽ ക്രൈസ്തവ മതത്തിൽ നിന്നോ ഹിന്ദു മതത്തിൽ നിന്നോ ഒരു സ്ത്രീയോ പുരുഷനോ ഇതിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷയമാവും, ഭയങ്കര ചർച്ചകളാവും. അത് നർക്കോട്ടിക് ജിഹാദാവും, ലവ് ജിഹാദാകും, അല്ലെങ്കിൽ ഇനി പുതിയ തരത്തിലുള്ള എന്തെങ്കിലും മറ്റ് ജിഹാദുകളോ അങ്ങനെ ആ ജിഹാദിലൊക്കെ ഉൾപ്പെടുത്തൽ ഈ പറയുന്ന സംഘപരിവാറിനും കാസ വിവാദത്തിൽപ്പെട്ട ചില കൂതറ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമാണ്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം ഈ സനാതന ധർമ്മത്തിൽ ഇഷ്ടപ്പെട്ടിട്ട് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള ഏതാണ്ട് ഒരു 4-5 വരുന്ന ആൾക്കാർ ഇതിനകത്ത് ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഇസ്ലാം വലിയ പ്രതിസന്ധിയിൽ എന്നാണ്. ലോകത്ത് ഇസ്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുണ്ട്. കാരണം ലോകരാജ്യങ്ങൾ ഇന്ന് ഇസ്ലാം മതത്തെ തീവ്രവാദത്തിന്റെ മുനയിൽ കൊണ്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ആ മതത്തിലേക്ക് ഒരുപാട് ആൾക്കാർ ആകൃഷ്ടമായിട്ട് വരുന്നു എന്ന്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ അവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങളടക്കം അവിടെ മുസ്ലിം പള്ളികളായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഇസ്ലാമിനോട് ഇത്രയും വലിയൊരു വിരോധം അല്ലെങ്കിൽ വൈരാഗ്യം ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടുന്ന് കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ മുസ്ലിം ഇതിൽപ്പെട്ടിട്ടുള്ള ഒരാൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിനെ പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ ഒന്നും ഇവിടെ മുസ്ലിങ്ങൾ ആരും പോകില്ല. കാരണം അവർ സംസാരിക്കത്തില്ല. കാരണം അതാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഹാദിയ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഹാദിയ സ്വയം അവരുടെ മനസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു വന്നു, ഒരാളെ വിവാഹം ചെയ്തു, ഇപ്പൊ അത് ഡിവോഴ്സായി, ആദ്യം വേറെ കല്യാണം കഴിച്ചു എന്നതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല. എന്താണെങ്കിലും അവരിപ്പോഴും മുസ്ലിമായിട്ട് തന്നെ ആ മതത്തിന്റെ ആചാരങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതും അങ്ങനെ പോയി അതേ രീതിയിൽ തന്നെ ജീവിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സനാതന ഹിന്ദു ധർമ്മത്തിന്റെ വിശ്വാസികളാണ്. ഞങ്ങൾ പുഴകളിലും പൂക്കളിലും മലകളിലും മിണ്ടാപ്രാണികളിലും ഭഗവാനെ ദർശിക്കുന്നു. സഹജീവികൾ ഞങ്ങൾക്ക് പാപികളല്ല. സഹജീവികൾ ഞങ്ങൾക്ക് കാഫിറുകളല്ല. സഹജീവികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നൃത്തവും സംഗീതവും മറ്റ് കലാരൂപങ്ങളും ഞങ്ങൾക്ക് ആസ്വദിക്കുവാൻ വേണ്ടി ഭഗവാൻ നൽകിയതാണ്. ഇന്നു മുതൽ
ഞങ്ങളുടെ ജീവിതം സത്കർമ്മം ചെയ്യുവാനും ലോകത്തിന്റെ മുഴുവൻ ശാന്തിക്കായി പ്രാർത്ഥിക്കുവാനും വിനിയോഗിക്കുമെന്ന് കേരളത്തിന്റെ കുലദേവതയായ ഭദ്രകാളി അമ്മയെയും കേരളത്തിന്റെ ശ്രദ്ധാമൂർത്തിയായ ധർമ്മശാസ്താവിനെയും സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്യുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. അപ്പോൾ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഷഹാദത്ത് കലിമ ചൊല്ലി ഈ കുടുംബം ഹിന്ദു മതത്തിലേക്കായി. ഇപ്പൊ അവര് ഹിന്ദുമത വിശ്വാസികളായി. ശരിക്കും മറ്റ് ഏതെങ്കിലും അല്ലെങ്കിൽ ക്രൈസ്തവ മതമോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള ഒരു കുടുംബത്തെ വിളിച്ചിരുത്തിയിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇതുപോലൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ കാസ വിഭാഗവും സംഘപരിവാറും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ ഈ വീഡിയോ കണ്ടിട്ടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഈ പോയിട്ടുള്ള ആൾക്കാർ പോയത് കൊണ്ട് ഇവിടെ ഇസ്ലാം മതത്തിന് എന്തെങ്കിലും വലിയ രീതിയിലുള്ള കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു പുല്ലും സംഭവിക്കാനില്ല. കാരണം ലോകത്ത് ഇന്ന് ഇസ്ലാം ഒന്നിനൊന്നിന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കും. കാരണം എത്രത്തോളം ഇസ്ലാമിനെ വികൃതമാക്കാനും എത്രത്തോളം ഇസ്ലാമിനെ ഇവിടെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ വളർന്ന് പന്തലിക്കുക തന്നെ. ഇപ്പോൾ റബ്ബർ പന്ത് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ റബ്ബർ പന്ത് തിരിച്ച് അതേ സ്പീഡിൽ നമ്മുടെ കയ്യിൽ വരുമെന്ന് പറയുന്നത് പോലെ തന്നെ എത്രത്തോളം ഇസ്ലാമിനെ ഇവർ പ്രകരിക്കുന്നോ അത്രത്തോളം ഇസ്ലാം വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു വേവലാതി അല്ലെങ്കിൽ ഒരു വെപ്രാളമാണ് ഈ സംഘപരിവാറും കാസായും ഒക്കെ ഈ രാജ്യത്ത് ഇങ്ങനെ കാട്ടിക്കൊണ്ട്. കാരണം ജാതിയുടെ പേരിൽ, കളറിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ അങ്ങനെ പല രീതിയിൽ ഈ മനുഷ്യനെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ആ മനുഷ്യനെ എല്ലാം ഒരേ മനസ്സോടെ സ്വീകരിച്ച് ചെറിയവനും വലിയവനും പണക്കാരനും കോടീശ്വരനും ദരിദ്രനും എല്ലാം ഒരേ നിരയിൽ നിന്ന് നമസ്കരിക്കുന്ന ഇത്രയും നല്ല ആദർശമുള്ള ഒരു മതം അത് ഇസ്ലാം മതമല്ലാതെ മറ്റൊരു മതമില്ല. എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ചില ആൾക്കാർ, ചില തീവ്രവാദ സംഘടനകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വലിയ വേവലാതി കാണിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒന്ന് വെച്ചതും ഇതിനെക്കുറിച്ചിട്ട് ഒരു അഭിപ്രായം, എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. എന്താണെങ്കിലും പോയവർ നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. വരുന്നവരും നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകണം എന്ന ആഗ്രഹമുള്ളവർ തന്നെയാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് മറ്റൊരു രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ വന്നിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ പ്രതികരണം എന്താകും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിഷയം ഇഷ്ടമായിട്ടാണ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് എന്റർടൈൻമെന്റ്.